വിദ്വേഷ പരാമർശത്തിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ശേഖർ കുമാർ യാദവിനെതിരെ അന്വേഷണത്തിന് സാധ്യത. സംഭവത്തിൽ അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൽ നിന്നും സുപ്രീം കോടതി കൊളീജിയം പുതിയ റിപ്പോർട്ട് തേടി. വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കാൻ ശേഖർ യാദവ് തയ്യാറായിരുന്നില്ല. നാഷണൽ ഡെസ്കിൽ നിന്നും മനു അഖിലയാണ് വിവരങ്ങളുമായി ചേരുന്നത്. മനു, ശേഖർ യാദവിനെതിരെയുള്ള നടപടി ഏത് രീതിയിലാണ്? സ്വാതി, ജഡ്ജിയുടെ വിദ്വേഷ പ്രസംഗത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് 3 ആഴ്ചയ്ക്ക് ശേഷമാണ് സുപ്രീം കോടതി കൊളീജിയം തുടർ നടപടികൾ സ്വീകരിക്കുന്നത്. വിഷയത്തിൽ പുതിയ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അലഹബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അരുൺ ബൻസാലിക്ക് കത്തയച്ചതായാണ് പുറത്തുവരുന്ന വിവരം. വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയ പരിപാടിക്കിടെ നടത്തിയ ഭൂരിപക്ഷത്തിലെ താല്പര്യങ്ങൾ മാത്രമേ രാജ്യത്ത് നടപ്പാകൂ എന്ന വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിക്കാൻ ജഡ്ജി ശേഖർ കുമാർ തയ്യാറായിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ തുടർ നടപടികളിലേക്ക് കടക്കാൻ പ്രേരിപ്പിച്ചത്. ഡിസംബർ 8-ന് വിശ്വ ഹിന്ദു പരിഷത്ത് സംഘടിപ്പിച്ച പരിപാടിയിലാണ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് പങ്കെടുത്തത്. പരിപാടിയിലുടനീളം മേഘ സിവിൽ കോഡിനെ കുറിച്ചായിരുന്നു ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിന്റെ പരാമർശം. രാജ്യത്ത് ഭൂരിപക്ഷത്തിന്റെ താല്പര്യപ്രകാരം മാത്രമേ കാര്യങ്ങൾ നടപ്പിലാക്കുകയുള്ളൂ എന്നായിരുന്നു വിവാദ പരാമർശം. ജഡ്ജിയുടെ ഈ പ്രസംഗം വിവാദമായതോടെ സുപ്രീം കോടതി വിഷയത്തിൽ സ്വമേധയാ ഇടപെടുകയായിരുന്നു. വ്യക്തമാണ്.